ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്ന് സുവിശേഷത്തിലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിലെ 22-ാം തിരുവചനം വായിക്കാം. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവേ, ഇത് ഒരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. നമ്മളെന്താ വായിച്ചു കേട്ടത്? പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം ഇത് അനുവദിക്കാതിരിക്കട്ടെ, കർത്താവെ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. പേടി, മറ്റുള്ള സംഭവങ്ങൾ, എൻ്റെ ഗുരുവിന് എന്തെങ്കിലും സംഭവിക്കുന്നു, കുറേ വിഹാരത്തിൻ്റെ കുറേ അവസ്ഥകളിൽ നിന്നുള്ള വചനമാണ് നമ്മൾ കേട്ടത്. ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നതിന് പകരം അവിടുത്തെ പഠിപ്പിക്കാൻ തുടങ്ങുന്നവരിലൊക്കെ ഇടർച്ചയുടെ കാലടികൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ദൈവം എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യരുതെന്നും മനുഷ്യൻ നിർദ്ദേശിക്കാൻ തുടങ്ങുന്നു. കുറെ കൂടി ദൈവത്തെ ദൈവമാക്കാനുള്ള പരിശ്രമമാണ് അവരുടേത്. അത്തരം വീഴ്ചയിൽ പെട്ടുപോകുന്ന ഒരുപിടി മനുഷ്യരുടെ പ്രതിനിധിയാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ട വിശുദ്ധ പത്രോസ്. അവൻ്റെ വീഴ്ചയുടെ 3 കാരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, അധികമായ സ്വാശ്രയത്വബോധം അല്ലെങ്കിൽ അധികമായ സ്വാശ്രയത്വം. 2, മനുഷ്യപ്രീതി നേടൽ. 3, ചിന്തിക്കാതെയുള്ള സംസാര രീതി. യേശുവും പത്രോസും തമ്മിലുള്ള സംഭാഷണങ്ങൾ ശ്രദ്ധിക്കുക. ശിഷ്യരുടെ പാദം കഴുകുന്നിടം. തീർച്ചയായും ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ പവിത്രത അറിയുന്നവർക്ക് പത്രോസിൻ്റെ വാക്കുകളിൽ വിഷമം തോന്നില്ല. കാരണം ശിഷ്യന്റെ പാദം ഗുരു കഴുകണമെന്ന് എങ്ങനെ? കേസറിയ ഫിലിപ്പിൽ വെച്ച് തൻ്റെ പീഡാനുഭവ സഹനങ്ങളെക്കുറിച്ച് യേശു മുൻകൂട്ടി പ്രവചിച്ചപ്പോൾ പത്രോസ് പ്രകടിപ്പിച്ച എതിർപ്പ് കൂട്ടി നമ്മൾ വായിക്കണം. അതിനർത്ഥം പൂർണ്ണമായി നമുക്കത് മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ. ചരിത്രത്തിലുടനീളം ക്രിസ്തുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് പത്രോസും പറയുന്നത്. നീ ജയശാലിയാണ്, നീ വിജയിയാണ്, നീ ശക്തമാനാണ്, നിന്നെ തന്നെ താഴ്ത്തുകയോ എളിമപ്പെടുത്തുകയോ ചെയ്യരുത്. ക്രിസ്തു പറയുന്നതാകട്ടെ ഇതിൻ്റെ നേരെ വിപരീതമാണ്. ഒരു സാധാരണ ഗുരുവല്ല ഞാൻ, ഒരു സാധാരണ രാജ്യമല്ല എൻ്റേത്, തന്നെ താഴ്ത്തി വേണം ഉയരാൻ. പത്രോസേ, ഒരു സാധാരണ കൂട്ടായ്മയിലേക്കല്ല നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത്. ഒരു സാധാരണ ശിഷ്യത്വമല്ല ഇത്, മരിക്കാനുള്ള വിളിയാണിത്. പീഡനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എത്രയോ ശക്തിയോടെയാണ് അവൻ പറയുന്നത്. ആരൊക്കെ ഉപേക്ഷിച്ചാലും ഞാൻ നിനക്കൊപ്പമുണ്ടാകും എന്ന് പറഞ്ഞത് ആരാ? അതും പത്രോസാണ്. മത്തായിയുടെ സുവിശേഷം 26:31 പറയാണ്, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, നിനക്കായി മരിക്കാനും ഞാൻ തയ്യാറാണ്. അത് വചനത്തിൽ കണ്ടിപ്പോവാണത്. ഒലിവുമലയിൽ ക്രിസ്തു അറസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ അവനുണ്ട്. രക്തസാക്ഷിത്വം സാഹസികമായിട്ടാണ് അവനെടുത്തത്. സാഹസിക നേട്ടമല്ലത്, ക്രിസ്തുവിനോടൊപ്പം സഹിക്കാനുള്ള വരദാനമാണ്. ആ ഒരു വരദാനം ലഭിച്ചവർക്ക് സഹനത്തിൽ കൂടി പോകുമ്പോഴുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടി ജ്ഞാനങ്ങൾ, അതിൻ്റെ ഒരു സ്നേഹം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആത്മീയത മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിനോടൊപ്പം സഹിക്കാനുള്ള വരദാനം വീരപ്രവൃത്തിയിലൂടെ ക്രിസ്തു ശിഷ്യനാകാൻ സാധിക്കത്തില്ല. വിനയത്തിലൂടെ മാത്രമേ. ഇതൊരു തിരഞ്ഞെടുപ്പാണ്. ഉന്നതമായ ദൈവാനുഭവത്തിന് ശേഷം ഒരു പരീക്ഷ നമുക്ക് കാത്തിരിപ്പുണ്ട്. എല്ലാവർക്കും മാമോദിസയ്ക്ക് ശേഷമാണ് ക്രിസ്തുവിൻ്റെ പരീക്ഷ. അന്ത്യത്താഴത്തിന് ശേഷം പത്രോസിൻ്റെയും. ക്രിസ്തുവിനെ പിടിച്ചു കൊണ്ടുപോയ സമയം മുതൽ പത്രോസ് മനുഷ്യരെ ഭയക്കാൻ തുടങ്ങി. അവരുടെ അപ്രീതി അവനെ വിഷമിപ്പിച്ചിരുന്നു. ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരാൾ മറ്റുള്ളവർ തന്നെക്കുറിച്ചും തൻ്റെ ആത്മീയ യാത്രയെക്കുറിച്ചും എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ
കാലിടറാൻ തുടങ്ങും. കാരണം പിന്നീട് നിങ്ങളുടെ നിലപാടുകൾ മറ്റുള്ളവരുടെ പ്രീതിയെ തേടിയായിരിക്കും. അവന് അല്ലെങ്കിൽ വൈദികനോ മറ്റുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെ പ്രീതിപ്പെടുത്താനുള്ള നെട്ടോട്ടമായിരിക്കാം ഓരോരുത്തരും. അന്ന് പത്രോസിനോട് പരിചാരക ക്രിസ്തുവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ 3 ആവർത്തി തള്ളിപ്പറയുന്നത് അവൻ്റെ ഭയമല്ലാതെ മറ്റെന്താണ്? മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ സുരക്ഷിതനത്ര. സുഭാഷിതത്തിലെ പുസ്തകത്തിൽ പറഞ്ഞാണ്, മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ സുരക്ഷിതനത്രേ. ആരുടെ വാക്കുകളാണ് ദൈവത്തിൻ്റെ വാക്കുകളേക്കാൾ ഉപരിയായി നിങ്ങളെ ഭരിക്കുന്നത്? ചിന്തയില്ലാത്ത സംസാരം ആത്മീയ യാത്രയിൽ നമ്മെ തകർത്ത് കളയുക. അത് തന്നെയാണ് ചെയ്യുക നമ്മളെ. അവന് ശപഥം ചെയ്യാണ്, ഗുരുവിനെ അറിയില്ലെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ആ പരിചാരകൻ പറയുന്നുണ്ട്, എന്താ പറഞ്ഞ്, നിന്റെ സംസാര രീതി തെളിയിക്കുന്നു നീ അവൻ്റെ ആൾ തന്നെയാണ്. സത്യം ചെയ്തപ്പോൾ ഇനി അവൻ അന്ധകാരത്തിന്റെ ഭാഗമാകുന്നു എന്നറിയുക. പത്രോസിന്റെ വീഴ്ചയുടെ ആഘാതം വലുതായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് പറയും, കോഴി കൂയിപ്പോഴാണ് കരഞ്ഞത്. അതുകൊണ്ട് എല്ലാ ദിവസവും അവൻ കരച്ചിലായിരുന്നു. നിർത്താതെയുള്ള കരച്ചൽ, പശ്ചാത്താപത്തിന്റെ കരച്ചൽ. കോഴി കൂവുന്ന ശബ്ദം കേൾക്കുമ്പോഴൊക്കെ അവൻ്റെ ചങ്കുലയും. അതാണ് ഇരു കണ്ണിനും കണ്ണീരിൻ്റെ ചാലുകൾ രൂപപ്പെടുന്നത്. അവൻ്റെ കൃപാജീവിതത്തിലേക്കുള്ള പുറപ്പാടായിരുന്നത്. വീണ പത്രോസിനെ സഭയുടെ താക്കോൽ ഏൽപ്പിച്ചതും ക്രിസ്തു തന്നെയാണ്. വീഴുന്നവന് എഴുന്നേൽക്കാൻ ഇടം നൽകുന്നതാണ് സഭ എന്ന് പറയാനാം സാധിക്കും. വീഴാത്ത യോഹന്നാൻ അവിടെ ഉണ്ടായിരുന്നു എന്നും നമ്മൾ ഓർക്കണം. അവിടെ യോഹന്നാൻ വീണില്ലെങ്കിലും വീണ പത്രോസിനെ തന്നെയാണ് യേശുനാഥൻ താക്കോലേൽപ്പിച്ചത്. പരാജിതരിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് നമുക്ക്. അതുകൊണ്ടല്ലേ അവരുടെ കഥകൾ വെള്ളം ചേർക്കാതെ സുവിശേഷം വിളിച്ചു പറയുന്നത്. സഭാ നേതൃത്വത്തിനും തനയരുടെയും പിഴവുകൾ രേഖപ്പെടുത്തുന്നതും തുറന്ന് സംവദിക്കുന്നതും കുറവല്ല. മറിച്ച് ചരിത്രത്തിലൂടെ നയിക്കുന്ന ദൈവത്തോട് കാണിക്കുന്ന തുറവിയാണത്. അന്തസ്സത്തെ തകർത്ത് വീണിട്ടും പ്രതിച്ഛായ നിലനിൽക്കാനായിട്ട് കഷ്ടപ്പെടുകയല്ലേ നമ്മളിന്ന്. ഓരോ വ്യക്തിയും, പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസികളെല്ലാം അതിനല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തകർന്ന് നമ്മൾ വീണു, എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ വീഴ്ചയിൽ നിന്ന് നമ്മൾ ഒന്നും മനസ്സിലാക്കുന്നില്ല. അങ്ങനെയാകുമ്പോൾ വീണ പത്രോസ് നമുക്കൊരു ബാധ്യതയും അത്തരം സംഭവങ്ങളിലൂടെ രേഖപ്പെടുത്തൽ നാണവും ജനിപ്പിക്കും. വീണെഴുന്നേൽക്കുന്നവന്റെ കെൽപ്പ് നാം അറിയണം. ഒപ്പം അപമാനത്തിന്റെ ഭാരവും നെഞ്ചു എരുക്കവും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിക്കുകയും ആത്മാവിൽ പങ്കുകാരാവുകയും ചെയ്യുമ്പോൾ വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിഞ്ഞവൽ വീണുപോയാൽ അനുഭവിക്കാനുള്ള അവസരം കിട്ടുക എളുപ്പമല്ല. ഹെബ്രായരുടെ 6:4 പറഞ്ഞാണ് ഞാൻ പറഞ്ഞവിടെ. വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചു പറഞ്ഞവർ വീണുപോയാൽ അനുധാപിക്കാനുള്ള അവസരം കിട്ടുക എളുപ്പമല്ല. നമുക്ക് ചുറ്റും കോഴിക്കൂവൽ പോലെയുള്ള മണിനാദം ഉയർന്നിട്ടും വചനമുഴക്കങ്ങൾ അലയടിച്ചിട്ടും നാം എന്തേ ഉണരുന്നില്ല? വീണവനിൽ നിന്ന് ശിഷ്യ പ്രമുഖനിലേക്ക് എന്തേ വിശുദ്ധ പത്രോസ് വളർന്നു ചെന്നത്? കുരിശുമരണത്തിലേക്കും നമുക്കേറെ ദൂരമുള്ളതുപോലെ നമുക്ക് അനുഭവപ്പെടുന്നു. പത്രോസിനാകട്ടെ ഹൃദയം തകർന്നുള്ള ഒരു കരച്ചിലിൻ്റെ നിശ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, കർത്താവ് താക്കോലുകളൊക്കെ ഏൽപ്പിച്ചത് പത്രോസിനെയാണ്. പക്ഷെ പത്രോസാണ്
പല സമയത്തും കർത്താവിനോട് പറയാൻ സാധിച്ചു, എൻ്റെ യേശുവേ, എൻ്റെ ഗുരുവേ, നീ അത് പോകരുത്, ചെയ്യരുത്. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം ഇത് അനുവദിക്കാതിരിക്കട്ടെ, കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. കർത്താവിനോട് വ്യക്തമായി പറഞ്ഞു, മാറിപ്പോവുക. കാരണം ഇത് ഈ സഹനങ്ങളെ നേരിടാനായിട്ടുള്ള വിളിയായിരുന്നു. ആ സഹനങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിഞ്ഞപ്പോൾ പത്രോസിന് ഭയം വന്നു. പ്രിയമുള്ളവരെ, നമ്മളിലേക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഉത്തരവാദിത്തം അത് നമ്മൾ തന്നെ പൂർത്തീകരിക്കേണ്ടതാണ്. മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ സുരക്ഷിതനത്രേ. തീർച്ചയായിട്ടും ആ സുഭാഷിതന്റെ പുസ്തകത്തിലെ 29-25 പറഞ്ഞത് നമ്മളെക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അരൂപി നമ്മളെ നയിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. വീണവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന സർവേശ്വര, എൻ്റെ രക്ഷക, പല ആവർത്തി ഞാൻ വീണാലും എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ വീഴ്ചകൾ എന്നെ ലജ്ജിപ്പിക്കുന്നു, എന്നിട്ടും നീ ഒരിക്കലും എന്നെ ലജ്ജിപ്പിക്കുന്നില്ല കർത്താവേ. ആ കുരിശുമരം ചായച്ച് ആ ഒരു കൈ എനിക്ക് കൂടി നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവേ നിന്റെ ആത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിറയ്ക്കണമേ. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.